ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. 25ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ആംഗിൾസിലെ പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രോബ്ലം നോക്കുക. ഇഫ് ടാൻ എ ഈക്വൽ ടു 2, ടാൻ ബി ഈക്വൽ ടു 1, എ ആൻഡ് ബി ആർ അക്യൂട്ട് ആംഗിൾസ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ എ മൈനസ് ബി ആൻഡ് കോസ് എ മൈനസ് ബി. ടാൻ എ മൈനസ് ബിയുടെയും കോസ് എ മൈനസ് ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നത് ടാൻ എ ആൻഡ് ടാൻ ബി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആൻസർ ടാൻ എ മൈനസ് ബി എന്താണെന്ന് എഴുതാം. ടാൻ എ മൈനസ് ബി ഈക്വൽ ടു, അതിൻ്റെ ഫോർമുല നമുക്കറിയാം, ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. ഇനി ഇതിൽ ടാൻ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ടാൻ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ടാൻ എ ഈസ് 2 മൈനസ് 1 ബൈ 1 പ്ലസ് 2 ഇൻറ്റു 1. ആൻസർ ഈസ് 1 by 3. സോ ടാൻ എ മൈനസ് ബിയുടെ വാല്യൂ 1 by 3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് എ മൈനസ് ബിയുടെ വാല്യൂ ആണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, കോസ് എ മൈനസ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോസ് ബി കണ്ടുപിടിക്കാം, സൈൻ എയും സൈൻ ബിയും കോസ് എയും കോസ് ബിയും കണ്ടുപിടിക്കാം. അതൊരു മെത്തേഡ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോസ് എ മൈനസ് ബി കണ്ടുപിടിക്കാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കോസ് എ മൈനസ് ബി കണ്ടുപിടിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. വി നോ ദാറ്റ് sec square theta equal to 1 plus tan square theta. sec square theta എന്ന് പറയുന്നത് 1 plus tan square theta ക്ക് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് sec square a minus b എന്ന് പറയാം. a minus b എന്ന് പറയുന്നത് ഒരു ആംഗിൾ തന്നെയാണ്. sec square a minus b എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, 1 plus tan square a minus b എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ sec square a minus b കണ്ടുപിടിക്കുന്നതിന് പകരം 1 plus tan square a minus b കണ്ടുപിടിച്ചാൽ മതി. ഓൾറെഡി നമ്മൾ a minus b കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. നോക്കാം, sec square a minus b equal to 1 plus tan square b ആണ്. സോ 1 plus tan square a minus b ആണ്. സോ 1 plus tan square a minus b, tan a minus b എന്ന് വെച്ചെങ്കിൽ 1 by 3 ആണ്. സോ tan square a minus b is 1 by 3 whole square. 1 by 3 whole square equal to 1 plus 1 by 9 equal to, cross multiply ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 9 plus 1 by 9 is 10 by 9. അപ്പോൾ sec square a plus a minus b ആണ് 10 by 9. സോ sec a minus b, sec of a minus b എന്ന് പറയുന്നത് root 10 by 9 ആണ്. സോ ഇറ്റ് ഈസ് root 10 by root 9. root 9 is 3. ഓക്കെ, അക്യൂട്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. സോ സീക്കിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയാലും എയും ബി അക്യൂട്ട് ആയതുകൊണ്ട് എ മൈനസ് ബി അക്യൂട്ട് ആംഗിൾ തന്നെ ആയാലും അങ്ങനെ പറയാൻ പറ്റില്ല, പറ്റും അല്ലേ? സോ അപ്പോൾ ഇത് എന്തായാലും പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് എ മൈനസ് ബി കണ്ടുപിടിക്കേണ്ടത്. സോ കോസ് എ മൈനസ് ബി ഈക്വൽ ടു 1 by sec a minus b equal to 1 by root 10 by 3. സോ ആൻസർ 3 by root 10. 3 by root 10 ആയിരിക്കും നമുക്ക് കോസ് എ മൈനസ് ബിയുടെ ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് നോക്കാം. നമ്മൾ ടാൻ എ മൈനസ് ബി കണ്ടുപിടിക്കുന്നു, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ സീക്ക് എ മൈനസ് ബി കണ്ടുപിടിക്കുന്നു, അത് ഉപയോഗിച്ച് നമ്മൾ കോസ് എ മൈനസ് ബി കണ്ടുപിടിക്കുന്നു. ക്ലിയർ? അപ്പോൾ ചോദ്യത്തിൽ 1 പാർട്ട് എന്ന് പറയുന്നത് ടാൻ എ മൈനസ് ബി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ടും ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ അക്യൂട്ട് ആംഗിൾസ്,
where tan a equal to half comma tan b equal to 1 by 3 show that a plus b equal to pi by 4. or പരീക്ഷയ്ക്ക് ചിലപ്പോൾ പൈ ബൈ ഫോറിന് സ്ഥാനത്ത് 45 ഡിഗ്രി എന്ന് തരാം. ഓക്കെ, നോക്കാം എന്താ ഇവിടെ തന്നിട്ടുള്ളത്. എയും ബിയും അക്യൂട്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ടാൻ എ ഈക്വൽ ടു ഹാഫ്, ടാൻ ബി ഈക്വൽ ടു 1/3, ഷോ ദാറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു പൈ ബൈ 4. ഇവിടെ നോക്കുക, ഇവിടെ എ പ്ലസ് ബി ഈക്വൽ ടു പൈ ബൈ 4 എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, നോക്കുക, നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത ഒരു മെത്തേഡും നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് തെളിയിക്കാൻ നോക്കുക എ പ്ലസ് ബി ഈക്വൽ ടു പൈ ബൈ 4. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതുവരെ നമ്മളിപ്പോൾ ആകെ പഠിച്ചത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ അഡീഷനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷനോ ആണ്. ഇത് ജസ്റ്റ് രണ്ട് ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 45 ആണെന്ന് തെളിയിക്കണം. ബട്ട് തന്ന കാര്യങ്ങൾ നോക്കുക, ടാൻ എയും ടാൻ ബിയും തന്നിട്ടുണ്ട്. ഇപ്പോൾ ടാൻ എയും ടാൻ ബിയും തന്നതുകൊണ്ട് മേ ബി ഇറ്റ് ഈസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അഡീഷൻ ഫോർമുല ഫോർ ടാൻ ഓർ സബ്സ്ട്രാക്ഷൻ ഫോർമുല ഫോർ ടാൻ. ഈ രണ്ട് പോസിബിലിറ്റിയാണ് നമ്മൾ മനസ്സിൽ ആദ്യം വരേണ്ടത്. ഇനി നോക്കാം, നമുക്ക് തെളിയിക്കേണ്ടത്, സോ ആൻസർ തെളിയിക്കേണ്ടത് എ പ്ലസ് ബി ഈക്വൽ ടു പൈ ബൈ 4 എന്നാണ്. ആ ചോദ്യം ഞാൻ ചെറുങ്ങനെ മാറ്റിയാണ്. അതായത് രണ്ട് സൈഡ് ഞാൻ ടാൻ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അതായത് ടാൻ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ടാൻ ഓഫ് പൈ ബൈ 4. ഇങ്ങനെ രണ്ട് സൈഡും ടാൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഇനി ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല നമുക്കറിയില്ല. സോ ഇറ്റ് ഈസ് ടാൻ എ പ്ലസ് ബി തന്നെ എഴുതുന്നു. ഫോർമുല അറിയാം, പക്ഷെ അവിടെ ഇരുന്നോട്ടത്. ടാൻ എ പ്ലസ് ബി എന്ന് എഴുതുന്നു. ടാൻ 5/4യുടെ വാല്യൂ ടാൻ 45ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ ചോദ്യം ഷോ ദാറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു 5/4 ആണ്. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ഷോർട്ട് ചെയ്താൽ മതി, ടാൻ എ പ്ലസ് ബി ഈക്വൽ ടു 1 എന്ന് തെളിയിച്ചാൽ മതി. ഇപ്പോൾ പ്രോബ്ലം നോക്കുക, നമുക്ക് തെളിയിക്കേണ്ട പ്രോബ്ലം എ പ്ലസ് ബി ഈക്വൽ ടു 5/4 ആണ്. പക്ഷെ നമ്മൾ ടാൻ ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ടാൻ എ പ്ലസ് ബി ഈക്വൽ ടു 1 തെളിയിച്ചാലും മതി. ഇനി ആക്ച്വലി നമ്മളെ പ്രോബ്ലം ഇതായി മാറി. അതിനുള്ള സ്കോപ്പ് ഉണ്ടോ നോക്കാം. അപ്പോൾ ടാൻ എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടാൻ എയുടെയും ടാൻ ബിയുടെയും വാല്യൂ വേണം. ഓക്കെ, അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ടാൻ എയുടെയും ടാൻ ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. സോ നമുക്ക് ടാൻ എ പ്ലസ് ബി കണ്ടു നോക്കാം. ടാൻ എ പ്ലസ് ബി ഈക്വൽ ടു, ഫോർമുല പ്രകാരം ടാൻ എ പ്ലസ് ബി ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ടാൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1/2 പ്ലസ് ടാൻ ബിയുടെ വാല്യൂ 1/3 ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3. നോക്കുക, ന്യൂമറേറ്ററിൽ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാണ്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 1 into 3 3 plus 1 into 2 2 by 2 into 3 6. So equal to ന്യൂമറേറ്ററിൽ 5/6 ആണ്. 3 plus 2 by 6 5/6 by ഡിനോമിനേറ്ററിൽ 1 മൈനസ്, ഇവിടെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 1 by 6 അല്ലേ, 2 into 3 6. So it is 1 minus 1 by 6. So 5/6 by ഡിനോമിനേറ്ററിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 6 മൈനസ് 1 by 6. 6 minus 1 is 5/6. അപ്പോൾ 5/6 by 5/6 എന്ന് കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് വരിക 1 ആണ്. അതായത് നമ്മൾ തെളിയിച്ചെന്താണ്, ടാൻ എ പ്ലസ് ബി ഈക്വൽ ടു 1. ടാൻ എ പ്ലസ് ബി ഈക്വൽ ടു 1 ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, എ പ്ലസ് ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ടാൻ ഇൻവേഴ്സ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഇപ്പോൾ മറന്നേക്ക്. ഇറ്റ് ഈസ് 5/4. ഹയർ ക്ലാസ്സിലായിരിക്കും നിങ്ങളിത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ടാൻ 1 ആവുന്ന എപ്പോഴാണ്, 5/4 ആണ്. ഹെൻസ് വി പ്രൂവ്ഡ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം നോക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ 75
comma show that tan 75 plus cot 75 equal to 4. ഇപ്പോൾ രണ്ട് ചോദ്യമുണ്ട്. ഒന്നാമത്തെ ആദ്യം നമ്മൾ ടാൻ 75ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം ടാൻ 75 പ്ലസ് കോട്ട് 75 ഈക്വൽ ടു 4. ഇത് പലതവണ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പല രീതിയിലായിട്ട് ചോദിച്ചതാണ്. അതായത് ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായത് ഫൈൻഡ് വാല്യൂ ഓഫ് ടാൻ 75 ആൻഡ് ഷോ ദാറ്റ് തന്നെയാണ്. ചില ടൈമിൽ ചോദിച്ചിട്ടുള്ളത് പ്രൂവ് ദാറ്റ് ടാൻ 75 ഈക്വൽ ടു ദിസ് വാല്യൂ. ആ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. നമ്മൾ ടാൻ 75ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ടാൻ 75ൻ്റെ വാല്യൂ നമുക്ക് ടേബിൾ നോക്കി കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് ടാൻ 45ൻ്റെയും ടാൻ 60ൻ്റെയും വാല്യൂ ആണ്. അപ്പോൾ ടാൻ 75ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്കറിയില്ല. സോ വി ഹാവ് ടു ഫൈൻഡ്. ഹൗ ടു ഫൈൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വി നോ ദാറ്റ് എന്താ പറയുക, 75നെ എങ്ങനെ എഴുതാം? 75 ഈക്വൽ ടു 45 പ്ലസ് 13 എഴുതാലോ. ഓക്കെ, അതുകൊണ്ട് ടാൻ 75നെ എങ്ങനെ എഴുതാം? ടാൻ മാത്രമല്ല കേട്ടോ, ഇനി ഏത് ഇങ്ങനത്തെ അതായത് നമുക്കറിയാത്ത ഒരു ആംഗിളിൻ്റെ ട്രിഗ്നോമെട്രി വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ, അതായത് നമുക്കറിയുന്ന രണ്ട് ആംഗിൾസിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ടാൻ 75 ഈക്വൽ ടു ടാൻ 45 പ്ലസ് 30. സോ ഇവിടെ ടാൻ 45 പ്ലസ് 13 എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇത് 45നെ എയും 13നെ ബി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 13നെ ബിയും 45നെ എ ആയിട്ട് എടുക്കാം. അപ്പോൾ ഏത് രീതിയിലെടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ എ ആയിട്ട് ടാൻ 45നെയും ബി ആയിട്ട് 13 എടുക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം, ഇതാണ് എ, ഇതാണ്. അപ്പോൾ ടാൻ എ പ്ലസ് ബി എന്നുള്ള ഫോമുലയാണ്. ടാൻ എ പ്ലസ് ബിയുടെ ഫോമുല നമുക്കറിയാം. ടാൻ എ ടാൻ 45 പ്ലസ് ടാൻ 30 by 1 minus tan 45 into tan 30 അല്ലേ? സോ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ tan 45 is 1 plus tan 30 is 1 by root 3 by 1 minus tan 45 again 1, tan 30 is 1 by root 3. ഇന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക, നോക്കുക, റൂട്ട് 3 പ്ലസ് 1 ബൈ റൂട്ട് 3. ഓക്കെ, ചെയ്ത് നോക്കുക നിങ്ങൾ. ഇവിടെ 1 ഇൻറ്റു 1 ബൈ റൂട്ട് 3 എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് 3 തന്നെയാണ്. സോ ഡിനോമിനേറ്ററിൽ വരിക റൂട്ട് 3 മൈനസ് 1 ബൈ റൂട്ട് 3. ഇവിടെ വേണമെങ്കിൽ നമുക്ക് റൂട്ട് 3യും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ റൂട്ട് 3യും ഡിനോമിനേറ്ററിലെ റൂട്ട് 3യും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ന്യൂമറേറ്ററായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ റൂട്ട് 3 പ്ലസ് 1 ബൈ റൂട്ട് 3 ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് റൂട്ട് 3 ബൈ റൂട്ട് 3 മൈനസ് 1. ഓക്കെ, സോ ഇവിടെ റൂട്ട് 3യും പോകുന്നുണ്ട്. നമുക്ക് അവശേഷിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് റൂട്ട് 3 ന്യൂമറേറ്ററിൽ പ്ലസ് 1 ബൈ ഡിനോമിനേറ്ററിൽ റൂട്ട് 3 മൈനസ് 1. ഈ രീതിയിലായിരിക്കും നമുക്ക് ടാൻ 75ൻ്റെ വാല്യൂ കിട്ടുക. പക്ഷേ പലപ്പോഴുമായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത് ടാൻ 75 ഈക്വൽ ടു റൂട്ട് 3 പ്ലസ് 1 ബൈ റൂട്ട് 3 മൈനസ് 1 അല്ല, പകരം വേറൊരു നമ്പറാണ്. ആ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? വേറെ നമ്പർ എന്ന് വെച്ചാൽ 2 പ്ലസ് റൂട്ട് 3 ആണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെ ഉണ്ടാവുക, പ്രൂവ് ദാറ്റ് ടാൻ 75 ഈക്വൽ ടു 2 പ്ലസ് റൂട്ട് 3. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? അപ്പോൾ ഇവിടെ നമുക്ക് നിർത്താൻ പറ്റൂല, കുറച്ചും കൂടി ചെയ്യാനുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നു? നമ്മൾ പൊതുവെ ഇങ്ങനെ വന്നാൽ, കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതാണ്, ഇങ്ങനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈ രീതിയിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ റൂട്ട് 3 പ്ലസ് 1, അതായത്
ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് √3 - 1 ആണ്. അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് √3 + 1 ആണ്. ഓക്കെ, √3 + 1 കൊണ്ട് ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിനെയും ഗുണിക്കാം. സോ മൾട്ടിപ്ലൈ √3 + 1 ഓൺ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. ഇവിടെ ഈക്വൽ ടു √3 + 1/√3 - 1 ഇൻറ്റു ന്യൂമറേറ്ററിൽ ഗുണിക്കുന്ന സമയത്ത് √3 + 1 ഡിനോമിനേറ്ററിൽ √3 + 1. നോക്കുക, ഇവിടെ ന്യൂമറേറ്ററിൽ √3 + 1 ഇൻറ്റു √3 + 1. സോ ഇറ്റ് ഈസ് √3 + 1 ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ √3 - 1 ഇൻറ്റു √3 + 1. a minus b into a plus b. It is a square minus b square. So it is √3 whole square minus 1 square. Okay, so equal to numerator √3 + 1 whole square എന്ന് പറയുന്നത് √3 whole square plus 2 into √3 plus 1 square. 1 square is again 1 by √3 whole square is 3 minus 1 square is 1. So 3 minus 1. നോക്കുക, √3 square എന്ന് വെച്ചെങ്കിൽ 3 ആണ്. 3 plus 2 √2, sorry 2 √3 plus 1 by 3 minus 1 is 2. ഇവിടെ ഞാൻ ഈ 3യെയും ഈ 1നെയും ക്ലബ് ചെയ്യാണ്. സോ 3 plus 1 is 4. 4 plus 2 √3 by 2. 2 ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 plus √3 എന്ന് കിട്ടും. പലപ്പോഴും ചോദ്യം വരുന്ന ഈ രീതിയിലാണ്. അപ്പോൾ ഇവിടെ വരെ നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഇങ്ങനെ പറഞ്ഞത്. അല്ല, നമുക്ക് വെറും ഷോ ദാറ്റ് ആണെങ്കിൽ, അല്ലെ, വെറും അതായത് ഷോ ദാറ്റ് cot 75 plus tan 75 equal to 4 എന്നാണെങ്കിൽ നമ്മൾ ഇത് വെച്ച് ഇവിടെ വരെ നിർത്തിയിട്ട് ചെയ്താൽ മതി. അതിനുശേഷം കോട്ട് കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് cot 75 plus tan 75 എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇനി അല്ല, tan 75ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയാൻ നമ്മൾ ഇവിടെ വരെ കണ്ടുപിടിക്കുക. ഇപ്പോൾ പ്രൂവ് ദാറ്റ് ആണെങ്കിലും ഇതുപോലെ പ്രൂവ് ദാറ്റ് tan 75 equal to 2 plus √3 ആണെങ്കിൽ ഇതുവരെ ചെയ്യാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 2 plus √3. ഇനി നമ്മൾ കോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നൗ cot 75 equal to 1 by tan 75. So equal to 1 by tan 2 plus √3. ഓക്കെ, ഇനി ഒന്നിക്കൽ നമ്മൾ ഇതിന് അതേപോലെ cot 75നെ നമ്മൾ ഒരു വാല്യൂ ആയിട്ട് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കോഞ്ചുഗേറ്റ്, അതായത് 2 plus √3യുടെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് 2 minus √3 ആണ്. അതിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊണ്ട് ഗുണിക്കാം. അല്ല എങ്കിൽ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം. അതായത് tan 75 പ്ലസ് cot 75ന്റെ ഫോർമുലയിൽ tan 75ന് പകരം 2 plus √3 കൊടുക്കുക. അതേപോലെ cot 75ന് പകരം 1 by 2 plus √3 കൊടുത്തിട്ട് ആൻസർ 4 എന്ന് കണ്ടുപിടിക്കാം. രണ്ട് രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ cot 75നെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ചെയ്യുന്നു, മൾട്ടിപ്ലൈയിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ multiplying 2 minus √3, അതായത് കോഞ്ചുഗേറ്റ്, ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ്. ഡിനോമിനേറ്റർ എന്ന് വെച്ചെങ്കിൽ 1 plus √3 ആണ്. അതിന്റെ കോഞ്ചുഗേറ്റ് 2 minus √3 on ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഈക്വൽ ടു 1 by 2 plus √3. അതിന്റെ ന്യൂമറേറ്ററിൽ ഗുണിക്കുന്ന സമയത്ത് 2 minus √3 by ഡിനോമിനേറ്ററിൽ 2 minus √3. ഇനി ന്യൂമറേറ്ററിൽ 1 into 2 minus √3 എന്ന് വെച്ചെങ്കിൽ 2 minus √3 തന്നെയാണ്. ഡിനോമിനേറ്ററിൽ a plus b into a minus b. So it is a square, 2 square minus √3 whole square. So it is 2 minus √3 by 2 square is 4 minus √3 whole square is 3.
So it is 2 minus root 3 by 1. 4 minus 3 is 1. So അപ്പോൾ cot 75ന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത്, നമ്മൾക്ക് കിട്ടുന്നത് cot 75 equal to 2 minus root 3. Tan 75ന്റെ വാല്യൂ 2 plus root 3 ആണ്. അതേപോലെ cot 75ന്റെ വാല്യൂ 2 minus root 3. ചില രീതിയിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുക, അതായത് പ്രൂവ് ദാറ്റ് cot 75 equal to 2 minus root 3. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്നുകിൽ നിങ്ങൾ ടാൻ എ പ്ലസ് ബി കണ്ടുപിടിക്കുക, അതായത് ടാൻ 45 പ്ലസ് 30 കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതുവരെ ചെയ്യാം. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് തെളിയിക്കേണ്ടത് ടാൻ 75 പ്ലസ് കോഡ് 75 എന്താന്ന് നോക്കാം, ഈക്വൽ ടു ടാൻ 75ന്റെ വാല്യൂ 2 പ്ലസ് റൂട്ട് 3 ആണ്, പ്ലസ് കോഡ് 75ന്റെ വാല്യൂ 2 മൈനസ് റൂട്ട് 3 ആണ്. നമുക്ക് ഇവിടെ പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 3 അങ്ങോട്ട് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. 2 പ്ലസ് 2, 2 പ്ലസ് 2 ഈസ് 4. സോ ടാൻ 75 പ്ലസ് കോഡ് 75 എന്ന് പറയുന്നതിന് ആൻസർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 ആണ്. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒന്നുകൂടി. സോ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.